ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു പറമ്പിൽ വന്നേക്കണേ കേട്ടോ. വലിയൊരു പറമ്പാണുള്ളത്. ഇവിടെ ഒരു വണ്ടി ഓടി കിടക്കേണ്ട, അത് ആർമയുടെ സെൻറ്റനാണ്. അപ്പോൾ അതായത് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 2S ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത്. വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2Sലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ടെസ്റ്റ് റണ്ണ് ഇപ്പോൾ ഓടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എൻ്റെ എന്തൊരു സൗണ്ട് തന്നെ ഉണ്ടല്ലോ. നല്ല വെള്ളം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ 3S ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമ്മുടെ 2S ബാറ്ററിയുടെ ചാർജ് തീർന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3S ബാറ്ററി ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ പവർ അത്യാവശ്യം പവറുണ്ട്. ഓടി കഴിയുമ്പോൾ അറിയാം. വണ്ടിയിൽ നമ്മളതേ ബോഡിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ അറിയാം എന്തായിരിക്കും പവർ എന്നുള്ളത്. അടിപൊളി പവറാണ്. എനിക്ക് തോന്നുള്ള കയ്യിൽ നിൽക്കും എന്നുള്ളത്. നോക്കാം. ഓക്കെ, കാണാൻ പറ്റണോ? നല്ല വെയിലായതുകൊണ്ടേ. ഓക്കെ, റെഡി. 1 2 3. എൻ്റെ പൊന്നോ, അതെ വീലി അടിച്ച് സാധനം വീലി അടിക്കണം. കണ്ടോ കണ്ടോ? എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുത്താൽ ഫുള്ള് ത്രോട്ടിൽ കൊടുക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ വണ്ടി കണ്ട അപ്പോൾ അങ്ങനെയാണ്. അത്യാവശ്യം നല്ല പവറുണ്ട്. നിൽക്കണം, കയ്യിൽ നിൽക്കണം. ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. എൻ്റെ ഉമ്മ, ഫുള്ള് ത്രോട്ടിൽ കൊടുക്കാൻ പറ്റില്ല നമുക്ക്. വീലിയാവണം, ഫുള്ള് പോണില്ല. ത്രോട്ടിൽ ഫുള്ള് കൊടുക്കാൻ പറ്റണ. ഒന്നുകൂടെ നമുക്ക് ത്രോട്ടിൽ കൊടുക്കാൻ നോക്കാം. ഫുള്ള് സെന്ററിനാട്ടാ പോണത്. അയ്യോ, ഇതേ ഇരിക്കണം നമ്മുടെ ആർമ സെൻറ്റൻ, നമ്മുടെ 3S സെൻറ്ററാണ്. അപ്പോൾ അടിപൊളി വണ്ടിയാണ്. അതവിടെ ഉണ്ട്, ആ പുള്ളിയുടെയാണ്. ആ പുള്ളി നമ്മുടെ വണ്ടി ഒന്ന് നിവർത്താൻ വേണ്ടി പോയതാണ്. ഒന്നുകൂടെ ഒന്ന് കൊടുത്ത് നോക്കാം. റെഡി, 1 2 3. എൻ്റെ പൊന്നോ, ഇത് കണ്ട അത് കണ്ട. നേരെ ആവൂല, ഒരു രക്ഷയില്ലട്ടോ. നല്ല പവർ, സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. കേട്ടോ,
നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ സാധനം വീല് ചെയ്യണേണ് വണ്ടി കണ്ട. എൻ്റെ പൊന്നെ അപ്പാര ഓർന്ന് പറഞ്ഞാൽ അപ്പാര ഓറ്. നിക്കണ കയ്യിൽ കണ്ടോ ടയറ് ഇതാവുന്നുണ്ടോ. പറ്റണല്ല ഫുള്ള് കൊടുക്കണതിന് മുമ്പ് വണ്ടി രണ്ട് വീലിലാണ് പോകുന്നത്, ബാക്ക് വീലിലാണ് പോകുന്നത്. ഫ്രണ്ട് പൊങ്ങി കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഒന്നുകൂടി ഇവിടെ നിന്ന് ഫുൾ ടോട്ടൽ കൊടുക്കാൻ പറ്റും നോക്കാം. റെഡി 1 2 3 കണ്ടോ ഫുള്ള് പോണില്ല. അതിന് മുമ്പ് തന്നെ സാധനം കയ്യിൽ നിന്ന് പോണേണ്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. കണ്ടോ പണി കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. എന്തോ പണി കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. ഇല്ല പണി കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി ആദ്യം. ഇല്ല അത്ര ഒരു ഇടിച്ചിട്ട് ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അതിശയം തന്നെ. എന്താ പവർ 3S. നമുക്ക് ഇങ്ങനെ സ്ഥലം ഉണ്ടെങ്കിലേ വണ്ടിയുടെ റിയൽ പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. കാണിച്ചു തരാം. ഫുൾ സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ട് കണ്ട. എൻ്റെ മോനെ പുല്ലും കമ്പും വൈക്കോലൊന്നും ഇതിനൊരു കുത്തകയല്ല കേട്ടാ. ഇതാണ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ നേരെ പോസ്റ്റിൽ ഇടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി തീർന്നതാണ്. കണ്ട എന്ത് പെർഫോമൻസ് ആണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയത്. ഇത് ഫുൾ സ്പീഡ് കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് മുമ്പ് തന്നെ വീലടിക്കണേ സാധനം കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ബാഷിങ്ങിന് പറ്റിയ സാധനം, പക്ഷേ നമുക്ക് ഡ്യൂറബിലിറ്റിയുടെ കേസ് കൂടെ പറയാൻ പറ്റില്ല. സസ്പെൻഷന് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചെറിയ സ്കെയിലുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഫുൾ സ്പീഡിൽ പോകുമ്പോൾ നല്ല കൺട്രോളിങ്ങിന് ഇഷ്യൂ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഓക്കെ നേരത്തെ ഒരു നല്ലൊരു ഇടിച്ചായിരുന്നു. നമ്മുടെ ഈ ഒരു വീൽ സൈഡാണ് ഇടിച്ചത്. ഒറ്റ നോട്ടത്തിൽ ഡാമേജ് ഒന്നും കാണുന്നില്ല വണ്ടിക്ക്. താഴെ നോക്കിയാൽ അറിയാം ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. എന്തോ ഒരു സ്ക്രാച്ച് ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇതുവരെയായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ നമ്മുടെ ലൈറ്റ് ബാർ പണി കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ കണ്ടത്. ലൈറ്റ് ബാർ അകത്തേക്ക് പോയിട്ടുണ്ട്. ആ ഇമ്പാക്റ്റിൽ പണി കിട്ടിയതാണ്. അത് ചിലപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രൂ അയച്ചിട്ടൊന്ന് സെറ്റ് ചെയ്താൽ ശരിയാവുമായിരിക്കും. ബാക്കി വേറെ ഡാമേജുകളൊന്നും പറ്റിയിട്ടില്ല. സാധനം കൊള്ളാം. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം നമുക്കൊരു സ്പീഡ് പിന്നിയൻ ഗിയറും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഇട്ടിട്ടില്ല. ഇടാണ്ടാണ് ഈ പെർഫോമൻസ് 3Sൽ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ നമ്മളിപ്പോൾ ഇതേ വണ്ടി ഓടിച്ച് കഴിഞ്ഞത് തിരിച്ച് കയറ്റാൻ വേണ്ടി പോകണം കേട്ടോ. വണ്ടിയിൽ നല്ല സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ഡാമേജ് ഒന്നും നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ ലൈറ്റ് ബാർ അകത്തേക്ക് പോയി. കാര്യം അതിൻ്റെ മുഖത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ 2Sലിട്ട് ഓടിച്ചപ്പോൾ തന്നെ എവിടെയോ മിസ്സായി. പിന്നെ ഈ പറമ്പിതൊന്നും തപ്പിയെടുക്കൽ നടക്കില്ല. അപ്പോൾ ആ ലൈറ്റ് ഒന്ന് സെറ്റാക്കാനുണ്ട്. ബാക്കി വേറെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. അണ്ടർ ബോഡിയിലാണെങ്കിലും നമുക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ സസ്പെൻഷൻ ഒന്ന് ബാക്കൊന്ന് ഇരുന്ന് പോയിട്ടുണ്ട്. കണ്ടോ സസ്പെൻഷൻ ഇപ്പോൾ ഇരുന്ന്, ഫ്രണ്ടും അത്യാവശ്യം ഒന്ന് ഇരുന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഷോക്കിൻ്റെ ഓയിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഒന്ന് സർവീസ് ചെയ്യാനുണ്ട് വണ്ടി. പക്ഷെ വണ്ടി അപ്പാറുണ്ട്. 3Sൽ വന്നതിനിപ്പോൾ ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയിരിക്കും. അടിപൊളി വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ പറഞ്ഞാൽ ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ സാധനം അടിപൊളിയാണ്. പിന്നെ നമ്മൾ ആ പോസ്റ്റിൽ ഇടിച്ചപ്പോഴൊന്നും വലിയ ഡാമേജും പറ്റില്ല. ഞാൻ വിചാരിച്ച് പണി കിട്ടുമെന്നാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ 2Sഉം 3Sഉം നമ്മളിട്ട് ഓടിച്ചു. 3Sൽ സാധനം ഒരു രക്ഷയില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നല്ലപോലെ വീല് ചെയ്യുന്നുണ്ടായിരുന്നു. വീല് മാത്രമല്ല, വീല് ചെയ്ത് വണ്ടി പുറകിലേക്ക് 2-3 പ്രാവശ്യം തെറിച്ചായിരുന്നു. അതിലാണ് ഈ ഒരു ഡാമേജ് വന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് വരുന്നൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.